എന്തെല്ലാരും ഇങ്ങനെ നോക്കണേ? അമ്പലത്തിൽ പോയോ? അമ്പലത്തിൽ പോയി. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. പിന്നെ പുതുവർഷമാണല്ലോ, ശരി ദൈവഭക്തിയോടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്താ എന്റെ അടുത്ത് പറയാനേ? ഞാനും വന്നേനല്ലോ അമ്പലത്തില്. എന്റെ സിദ്ധു, ഞാൻ സിദ്ധുനെയും കൂട്ടി പോണെന്നാ വിചാരിച്ചത്. പക്ഷെ നോക്കിയ ഞാനും വിചാരിച്ചു. സിദ്ധു കുളിച്ചോ? ആന്റി കുളിച്ചോ? ആന്റി അമ്മമ്മയാ കുളിച്ചു. സിദ്ധു ചായ കുടിച്ചോ? കുളിച്ചില്ല? വെയിറ്റ്, ഞാൻ എടുത്ത് ആന്റി ഒന്ന് പിടിച്ച് ആ ഗ്ലാസ് തരും. അമ്മമ്മക്കുട്ടി ചായ കുടിച്ചോ? കുടിച്ചു. കുടിച്ചോ? എന്നാ ഈ പുതുവർഷത്തെ ആദ്യത്തെ ചായ. വെൽക്കം. പിന്നെ അമ്മമ്മേ, അമ്മൂമ്മയ്ക്ക് അപ്പുറത്ത് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാണ്ടെങ്കിൽ പോയിക്കോട്ടോ. ഇവിടെ ആന്റിയെ സഹായിക്കാൻ ഞാൻ നിന്നോളാം. അതുപോലെ തന്നെ നാളെ രാവിലെ ആന്റിയുടെ കൂടെ അടുക്കളയിൽ ഞാൻ കയറിക്കോളാം. സിദ്ധു, ഞാൻ സിദ്ധുവിനെ അമ്മേനെ ഒന്ന് വിളിച്ചിട്ട് വരാവേ. നല്ലൊരു ദിവസമായിട്ട് അമ്മേനെ വിളിക്കാതിരിക്കണം എങ്ങനെയാ? ചായക്ക് മധുരം ഓക്കെയാണോ? ചൂടോക്കെയാണോ? ചൂടാക്കി തന്നെ ഞാൻ ഇനി വേണ്ട. എന്നാ 10 മിനിറ്റ് ഇപ്പൊ വരാം. ഓ, എല്ലാ ദിവസവും ഇരുന്ന് ഓടിക്കുന്ന്. പിന്നെ അവളല്ലേ മുതല് നോക്കിയിരിക്കണം. അളയാളെ ഞാൻ വിളിക്കാവേ. ഓ, ഞാനിങ്ങനെ ഈ വയറ് മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വയറ് മടക്കിക്കൊണ്ടിരിക്കുകയല്ല, വയറ് ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ വയറ് വളച്ചുകൊണ്ടിരിക്കുകയെന്ന് വേണമെങ്കിലും പറയാം. അളിയാ എന്തളിയാ? എനിക്കുള്ള വല്ല പണിയും തരാനാണോ വന്നേ? നിനക്കിട്ട് ഞാൻ എന്ത് പണി തരാനാടാ? ഒരു പണിയില്ല. അളിയോ, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചില്ലേ? നീ സത്യസന്ധമായിട്ട് എന്റെ അടുത്ത് സംസാരിക്കൂ. എന്ത് ചോദ്യം? ആലോചിക്കാന്നോ? എടാ, അതുപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്കിടെ നിക്കണം. അത് പോയി മറ്റൊരിടത്ത് പോയി വെള്ളം വരരുത്. ഓക്കെ? ആര് വിളമ്പാൻ പോണ്? ഈ വീട്ടിലെ നിയമം അങ്ങനെയാണ്. ഇവിടെ പറയുന്ന അത്ര കാര്യമായ കാര്യമാണെങ്കിൽ അപ്പുറത്ത് പോയി വെള്ളം വരരുത്. ഈ പാറൂസ് ഉണ്ടല്ലോ, ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തല്ലോ. എല്ലാ ദിവസവും 1 മണിക്കൂറോ 2 മണിക്കൂറോ കണ്ട് പഠിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലേ? ഞാൻ ഇച്ചിരി മുമ്പ് നോക്കിയപ്പോഴേ അവളോടെ പടം വരച്ചോണ്ടിരിക്കുക. ഇതുവരെ ഞാൻ പഠനം ഒന്നും കണ്ടില്ല. അത് ഇനിയും കാണാൻ പോണില്ല. അവൾ എന്തായാലും ഇതൊന്നും പാലിക്കാൻ പോയില്ലെന്നുള്ള കാര്യം അളിയനെ അറിഞ്ഞൂടെ? അളിയാ ആണല്ലേ? പിന്നെ അതൊക്കെ ചുമ്മാ പറയണത്. അങ്ങനെയാണെങ്കിലേ അളിയൻ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒരു ക്രമീകരണം കൊണ്ടുവരുമെന്നൊരു വാഗ്ദാനം പറഞ്ഞിരുന്നല്ലോ. അതെങ്ങനാ? പിന്നെ അളിയ അതൊക്കെ നമ്മൾ എങ്ങനെ അങ്ങനെയൊക്കെ പാലിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും. എങ്ങനെ? അല്ലെ, ഈ പദ്ധതികൾ എന്നുള്ളത് ഇങ്ങനെ എടുത്ത് വിളമ്പാനുള്ളതാണ്. അത് കഴിഞ്ഞത് പാലിക്കണോ വേണ്ടെന്നുള്ളതൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം. അല്ല, ഈ പറഞ്ഞ അളിയൻ എന്തോ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തായിരുന്നല്ലോ. എന്തോ ജിമ്മിൽ പോവെന്നോ ബോഡി നോക്കുവെന്നോ അതൊക്കെ നടക്കൂ. അത് ആര് നീ വിട്. പിന്നെ ലിച്ചൂസ് വല്ലാണ്ടങ്ങ് മാറിയോന്നൊരു ഡൗട്ട്. ഞാൻ നേരത്തെ നോക്കിയപ്പോഴേ ലിച്ചൂസ് കിച്ചണിൽ വന്നിട്ട് അമ്മുമ്മേനെ അമ്മുമ്മ കുട്ടി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ആളുടെ പെരുമാറ്റത്തിലും ക്യാരക്ടറിലും ഒക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ. നീ അത് ശ്രദ്ധിച്ചായിരുന്നാ? ഞാനും അത് അവിടെ എവിടെയൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. അല്ലയാ, സത്യം പറഞ്ഞാലേ നമ്മുടെ ലച്ചു ചേച്ചി എന്ന് പറഞ്ഞാല് കുറച്ച് അലമ്പും കുറച്ച് പിടിവാച്ചിയും കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലച്ചേച്ചി ആവത്തുള്ളൂ. അല്ലെങ്കിൽ എന്തോ ഒരു കുറവാ അല്ലേ? ഒരു നാണക്കേടോ എന്തൊക്കെയോ ഒരു വല്ലാത്ത ഫീലിംഗ് ആയി. പക്ഷെ അവളുടെ ക്യാരക്ടർ മൊത്തത്തിൽ മാറിയിടാളിയാ. വേണമെങ്കിൽ നമുക്കത് പൊളിച്ച് കഴിയാൻ കൊടുക്കാം. പൊളിക്കേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പൊളിക്കണോന്ന് ചോദിച്ചാൽ നോക്കാം. അളിയൻ കൂടെ നിൽക്കൂ? ഞാൻ കട്ടയ്ക്ക് കൂടെ. എന്നാ ഞാൻ സെറ്റ്. ഞാനേ നിന്റെ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചേ. അവരെന്ത് ഹാപ്പിയാന്നറിയോ? അവരൊക്കെ ഹാപ്പി ആയിരിക്കുമല്ലോ, കാരണം ചേച്ചി അവിടെ ഇല്ലല്ലോ. സത്യം, കറക്റ്റാണ്. കാരണം ഇടയ്ക്കിടയ്ക്കേ ഞാൻ അവരെ ചീത്തയൊക്കെ പറയാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, സമയത്തിന് ഭക്ഷണവും മരുന്നൊന്നും കഴിക്കാത്തേന്. നീ കഴിക്കുന്നില്ലേടാ കേശു? ഞാൻ ഒരു ദോശ കഴിച്ചായിരുന്നു ചേച്ചി. ഫുഡ് കൺട്രോൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഇങ്ങനെ എടുത്തിയാടി ഫുഡൊന്നും കൺട്രോൾ ചെയ്യരുതട്ടാ. പയ്യെ ചെയ്യാ. പയ്യെ ഫുഡ് കൺട്രോൾ ചെയ്തോളാം. എന്തോ നിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പ്ലാനിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യണേ.
ലച്ചൂസ് എന്നും അടുക്കളയിൽ കയറിക്കൊള്ളാമെന്നുള്ളത്? അടുക്കളയിൽ കയറുന്നതോ? അടുക്കളയിൽ ഞാൻ ഇനി എന്നും സജീവമായി. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇനി ഈ അടുക്കളയിൽ വെക്കണ ഫുഡൊന്നും കഴിക്കാൻ പറ്റൂല എന്ന് സാരം. സത്യം പറഞ്ഞ കേശുവേ, നീ പറഞ്ഞത് സത്യമാടാ. എനിക്ക് നേരെ ചൊവ്വേ കുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ഈ പൊടിക്കൈ വിദ്യകളൊക്കെ ഇട്ടല്ലോ, അതൊക്കെ ഞാൻ പഠിച്ചെടുക്കും. അപ്പൊ ഇനി മുതല് അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ അടുക്കള കിടന്ന് തല്ലായിരിക്കും എന്ന് സാരം. കേശുവേ, എന്നെ എന്തുവാണെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ അമ്മൂമ്മ കുട്ടീനൊന്നും പറയല്ലേ.